രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ എന്താണ് ടാബുലാർ ഫോം. അപ്പൊ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്താണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം? ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു രണ്ടാൾക്കാർ, ഒന്ന് തങ്കൻ ചേട്ടൻ, ഒന്നെന്താണ്ട തങ്കൻ ചേട്ടൻ. ഈ തങ്കൻ ചേട്ടന്റെ മോനാണ് ആര്? ചോമു. ചോമു. തങ്കൻ ചേട്ടന്റെ മോനാണ് ആര്? ചോമു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോമുവിനെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സെറ്റിനകത്ത് പേരെഴുതി. എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ചോമു എന്ന പേരെഴുതി, ചോമു. ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഞാൻ എങ്ങനെ എഴുതി? തങ്കൻ ചേട്ടന്റെ മോൻ എന്ന് എഴുതി. എങ്ങനെ എഴുതി? തങ്കൻ ചേട്ടന്റെ മോൻ. തങ്കൻ ചേട്ടന്റെ മോൻ. അപ്പൊ രണ്ടിലും പറയുന്ന കാര്യം സെയിം ആണല്ലേ? ഒന്നാമത്തേല് എ എന്ന് പറയുന്നത് എന്താണ്? ചോമു. രണ്ടാമത്തേല് ബിയിൽ പറയുന്നത് എന്താണ്? തങ്കൻ ചേട്ടന്റെ മോൻ. ഈ രണ്ടുപേരും ആര് തന്നെയാണ്? ഈ തങ്കൻ ചേട്ടന്റെ മോൻ എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? അത് ചോമു തന്നെയല്ലേ? ആണോ അല്ലേ? അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തേല് എയിൽ ഞാൻ എന്ത് ചെയ്തു? ഒന്നാമത്തേല് ഞാൻ ഡയറക്റ്റായിട്ട് എഴുതി. രണ്ടാമത്തേല് ഞാൻ എന്ത് പറഞ്ഞു? അത് നമ്മളെ തങ്കൻ ചേട്ടന്റെ മോനാണ്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നത് ഒരേ ആളെ തന്നെയാണ്. ഓക്കെ, ഒന്നാമത്തേൽ അപ്പോൾ ചോമു, രണ്ടാമത്തേൽ എന്താണ്? തങ്കൻ ചേട്ടന്റെ മോൻ എന്ന് പറഞ്ഞ എഴുതി. അപ്പോൾ ഈ ഡയറക്റ്റ് എഴുതുന്ന നമ്മൾ എന്ത് പറയും? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയും. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് എഴുതുന്നത്? നമ്മൾ എന്ത് പറയും? സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ